ഹലോ നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ചക്ക അട ഉണ്ടാക്കാൻ പോവുകയാണ്. അതിനായിട്ട് പകുതി ചക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. അപ്പൊ ചക്ക അട ഉണ്ടാക്കാനായിട്ട് മെയിനായിട്ട് വേണ്ട നമ്മുടെ ചക്ക തന്നെയാണല്ലോ. അപ്പൊ ചക്ക എടുത്തിട്ട് നമുക്ക് ചുള എടുത്ത് വേവിച്ച് ശർക്കരയും കൂട്ടി വേവിച്ചിട്ട് വേണം അട ഉണ്ടാക്കാൻ. അപ്പൊ ആ ഒരു കാര്യമാണ് കാണിക്കാൻ പോണത്. അപ്പൊ ആദ്യം തന്നെ ചക്കച്ചുള എടുക്കാനായിട്ട് വാണി ഒന്ന് ഇട്ടിട്ട് നല്ല അടിപൊളി ചക്കയാണ് കേട്ടാ. എന്താ സൂപ്പറാ. ഇതുപോലെ ചോള എടുത്ത് കുരു മാറ്റി പാത്രത്തിലേക്ക് ഇടണം. കുറെ നാളായി ചക്കാട ഉണ്ടാക്കിയിട്ട്. പണ്ട് ചെറുപ്പത്തിലേക്ക് കഴിച്ചതാണ് ചക്കാട. അതിന് കഴിച്ചിട്ടുണ്ടായിരുന്നു ചക്കാട. പണ്ടൊക്കെ ഉണ്ടാക്കുമായിരുന്നു. ഞാൻ ഇവിടെ ചക്ക പൊളിക്കാണ്. അപ്പൊ അതിന്റെ കൂടെ തന്നെ അനു തേങ്ങ ചിരണ്ടനുണ്ട്. അപ്പൊ നമുക്ക് വേഗം പരിപാടി കഴിക്കാനാണ്. അപ്പൊ നമ്മുടെ ചക്കയൊക്കെ പൊളിച്ചു കഴിഞ്ഞു. ഇത്രയും ചോള കിട്ടി. കുറച്ച് ഞങ്ങൾ കഴിച്ചു കിട്ടാ. ബാക്കി ഇത്രയും ചോള കിട്ടി. അതിന്റെ കുരുവാണിത്. ഇതൊക്കെ കൊണ്ട് പുറത്തുകൊണ്ട് കളഞ്ഞിട്ട് വട്ടെ. എന്നിട്ട് ബാക്കിയുള്ളത് നമുക്ക് പിന്നീട് കാണിക്കാം. അപ്പൊ ചക്ക വേവിക്കാനായിട്ട് നമുക്ക് ഈ ഏലക്കായും ജീരകവും ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പൊ നമ്മൾ ചക്ക വേവിക്കാൻ വെക്കാൻ പോയി കേട്ടാ. അപ്പൊ ഏലക്കായും ജീരകവും പൊടിച്ചതിട്ട് നമ്മുടെ തേങ്ങ ഇട്ട് ചക്കയിലേക്കാണ് നമ്മൾ എല്ലാ സാധനവും ചേർക്കുന്നത്. പിന്നെ നമുക്ക് ശർക്കരയാണ്. ഇത് നല്ല ശർക്കര ആയതുകൊണ്ടാണ് ഉരുക്കി അരിക്കാത്തത്. ഇന്നത്തെ ഒരഴുക്കൂല, നല്ല ശർക്കരയാണിത്. അപ്പൊ നമുക്കിനി ഇതെല്ലാം കൂടി വെച്ചൊന്ന് വേവിച്ചിട്ട് കൊണ്ടുവരാം കേട്ടാ. അപ്പൊ ചക്കയൊക്കെ വേവിച്ചോണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കാം. ഇത് നല്ല ഭംഗിയായിട്ടൊക്കെ വെന്തിട്ടുണ്ട് ചക്ക. ഇത് നമുക്ക് ഈ പൊടിയുടെ അകത്തേക്ക് ചക്ക ഇട്ട് കുഴച്ചെടുക്കാം. നമുക്ക് പൊടിയുടെ അകത്തേക്ക് ഇടാം. നല്ല ചൂടുണ്ട്. ഇപ്പൊ ഇറക്കി വെച്ചതാണ്. നല്ല ചൂടുണ്ട്. നമ്മൾ ഇതിനകത്ത് സെപ്പറേറ്റ് ആയിട്ട് വെള്ളം ഒന്നും ചേർക്കണ്ട. ഈ ശർക്കര ഉരുകി വന്ന വെള്ളവും ചക്കയുടെ ആ ഒരു വെള്ളം എല്ലാം മാത്രം മതി. ഒട്ടും വെള്ളം ചേർക്കണ്ട. ഇനി നന്നായിട്ട് ഇത് കുഴച്ചെടുത്തിട്ട് വേണം അട ഉണ്ടാക്കാനായിട്ട്. ഈ വെള്ളം മതി. വെള്ളം ഒഴിച്ച് വെറുതെ ലൂസായി പോയെന്നാലേ അതത്ര രസം ഉണ്ടായില്ല. അപ്പൊ നമ്മൾ ഉപ്പിടാൻ മറന്നുപോയി. ഇപ്പൊ ഇച്ചിരി നേരി ഉപ്പ് മതി. ആ മധുരം ബാലൻസ് ചെയ്യാനുള്ള ഒരു പിഞ്ച് ഉപ്പിട്ടാ മതി കേട്ടാ. അപ്പൊ അത് ഇട്ടിട്ടുണ്ട്. നേരത്തെ ഉപ്പിടാൻ മറന്നുപോയിട്ട്. ഇതാണ് നമ്മുടെ പൊടിയുടെ പരുവം എന്ന് പറയുന്നത്. വേണ്ട, ഈ ഒരു രീതിക്ക് ഇടുന്ന പൊടി. അപ്പൊ പൊടിയൊക്കെ കുഴച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അട ഉണ്ടാക്കാം. അപ്പൊ പൊടിയൊക്കെ കുഴച്ചെടുത്തിട്ടുണ്ട്. വാഴയിലേക്ക് നമ്മൾ സെറ്റാക്കി ഇവിടെ കഴുകി അനു കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കിനി അട ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പൊ അട നമ്മള് ഇതുപോലെ കുഴച്ചെടുത്തിട്ട് സ്പീഡാണ് അട ഉണ്ട്. ഇനിയുള്ള പണി സ്പീഡാണ്. ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ കൂട്ടി ഇഡൽ പാത്രമൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിവിടെ വെച്ചിട്ടുണ്ട്.
അപ്പൊ അനി നമുക്ക് വേവിക്കാനായിട്ട് അടപ്പിലേക്ക് വെച്ചാൽ മതിയല്ലോ. അപ്പൊ എല്ലാം അടുപ്പിച്ച് വെച്ചേക്കും. അപ്പൊ ഇനി ഞാനും അനുവും കൂടി വേഗം അടയൊക്കെ പരത്തിട്ട് കാണിച്ചു തരാം. ആവികേറ്റാനായി നമ്മൾ എല്ലാം ഉണ്ടാക്കി സെറ്റ് ചെയ്ത് പാത്രത്തിലാക്കിയിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് വെന്ത് കഴിഞ്ഞിട്ട് കാണാം. ഇപ്പൊ അവിടെ ഇരുന്ന് വേണ്ടേ. അപ്പൊ നമുക്ക് അടയൊക്കെ ഓരോന്നായിട്ട് എടുത്തു വെക്കാം. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. നിങ്ങൾ എല്ലാരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഈ ചക്കാണ്. അപ്പൊ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ കൂട്ടുകാർ നമ്മുടെ അടയൊക്കെ ശരിയായിട്ടുണ്ട്. അടയും കട്ടിനായിട്ട് നമുക്ക് കഴിക്കാം. അപ്പൊ നമ്മുടെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അപ്പൊ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പൊ കൂട്ടുകാരെ നമ്മൾ ചായ കുടിക്കാൻ പോയാണ്. അനുവിന് നൈറ്റ് കയറേണ്ട സമയമായി. അപ്പൊ ദേ ചായ കുടിച്ചിട്ട് പോകാനാണ് റെഡി ആയിരിക്കാനായിട്ട് അനു. അപ്പൊ നമ്മുടെ അണ്ടയുടെ പരുവ് ഏതാണ് കേട്ടോ. നല്ല സൂപ്പർ. അതിന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. സൂപ്പർ.